കെ.സി. വേണുഗോപാലും കെ സുധാകരനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു വലിയ ഫ്ലക്സ് ഇന്ദിരാഭവന് മുമ്പിൽ ഉണ്ട്. കേസ് ബ്രിഗേഡുകാരാണോ അമൽ? അതെ, ഇപ്പോൾ ഈ നേരത്തെ നമ്മൾ പല ഫ്ലെക്സുകൾ കണ്ടിരുന്നു. ആ ഫ്ലെക്സുകൾക്കൊപ്പമാണ് ഇപ്പോൾ മറ്റൊരു ഫ്ലെക്സ് കൂടി എത്തുന്നത്. ആ ഫ്ലെക്സിന് ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൂടിയുണ്ട്. കെ സുധാകരനും അതോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാലും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ചിത്രം. ഈ ചിത്രം നേരത്തെ കെ സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്ന ഒരു ചിത്രം കൂടിയാണ്. ആ ചിത്രവും കേരളം കെ.സി. നയിക്കട്ടെ എന്ന ഫ്ലെക്സിൽ ആ ഒരു ചിത്രം കൂടി ബാക്ക്ഗ്രൗണ്ടിൽ ആ ചിത്രമുണ്ട്. കെ.സി. വേണുഗോപാലിൻ്റെ വലിയ ചിത്രം താഴെയും നൽകിയിരിക്കുന്നു. പ്രവർത്തകർ ഇപ്പോൾ ഇതിവിടെ കെട്ടുകയാണ്. ഈ കെ.സി. വേണുഗോപാലിൻ്റെതായി 1, 2, 3, 4, 5, 6 ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ 6 ഫ്ലെക്സുകൾ കെ.സിക്കായി കാണാൻ കഴിയുന്നുണ്ട്. ഇത് വലിയ ഫ്ലെക്സ്. ഇത് ഇപ്പോൾ KPCC ആസ്ഥാനത്തിന് മുന്നിൽ സ്ഥാപിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തകർ കമ്പിയൊക്കെ കൊണ്ട് അത് കെട്ടി ഉറപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഉറപ്പിക്കാൻ കഴിയുമോ ഈ കെ.സിയുടെ കാര്യം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഫ്ലെക്സ് വെച്ച ആൾ അതിൽ പ്രതികരിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഇതാണ്, അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്നും ആവേശവും വികാരവുമാണ് കെ.സി. വേണുഗോപാൽ. അത് നിങ്ങൾ അങ്ങനത്തെ നമ്മൾ ചോദിക്കേണ്ട, നിങ്ങളത് നിങ്ങൾ പറഞ്ഞു വിട്ടവർ ചോദിച്ചാൽ ഈ ഫ്ലെക്സ് കൊണ്ട വെച്ച ആളുകളാണ്. എന്താണ് ഇത് ഇങ്ങനെ ഈ ഒരു ചിത്രം കെ.എസിൻ്റെ കൂടി ചിത്രം ഇതിൽ ഉൾപ്പെടുത്താൻ കെ.എസും കെ.സിയും രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള ഒരു ഫ്ലെക്സ് ഇവിടേക്ക് എത്താൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണം, കെ സുധാകരൻ കെ.സി. വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇവിടേക്ക് ഈ ഫ്ലെക്സ് വെക്കാനായി പ്രവർത്തകർ എത്തുകയായിരുന്നു. ഈ പ്രവർത്തകരെന്ന് പറയുമ്പോൾ അത് KS ബ്രിഗേഡ് പ്രവർത്തകർ തന്നെയാണ്. KS ബ്രിഗേഡ് പ്രവർത്തകർ കെ.സി. വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ പരസ്യമായി തന്നെ രംഗത്ത് എത്തുകയാണ്. ഇപ്പോൾ ഒരു ഫ്ലെക്സ് കൂടി ഇവിടെ ഉയരുന്നു. ഇതിന് കൃത്യമായ സന്ദേശമുണ്ട് താനും. കെ സുധാകരന്റെ പിന്തുണ ഇനിയിപ്പോൾ പരസ്യമായി അത്തരത്തിലൊരു നിലപാടൊക്കെ സ്വീകരിച്ച ആൾ കൊടിക്കുന്നിൽ സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ ചിത്രവും കെ.സി. വേണുഗോപാൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ചിത്രവുമായി അടുത്ത ഫ്ലെക്സ് എത്തുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും VD സതീശൻ ക്യാമ്പ് ഈ KPCC ആസ്ഥാനത്തിന് മുന്നിൽ ഒരു ഫ്ലെക്സ് യുദ്ധത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അത് വേണ്ട എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു എന്ന് തോന്നുന്നു. അത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ദിവസവും ഇവിടെ കെ.സി. വേണുഗോപാലിന്റെ ചില പ്ലക്കാർഡുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് രമേശ് ചെന്നിത്തലയുടെ വലിയ കട്ടൗട്ടുകളുമായി ആളുകൾ എത്തിയിരുന്നു. അന്ന് പക്ഷേ VD സതീശൻ ക്യാമ്പ് അന്നും KPCC ആസ്ഥാനത്തിന് മുന്നിൽ നടന്ന ആഘോഷ പരിപാടികളിൽ നിശബ്ദത പാലിക്കുകയായിരുന്നു. ഇപ്പോഴെന്തായാലും ഫ്ലെക്സ് ഒന്നുകൂടി ഉയരുന്നു. ഒരു MP ബോർഡ് വെച്ച് വാഹനം കടന്നു വരുന്നുണ്ട്. ആരുടേതാണെന്ന് വ്യക്തതയില്ല. ഇനിയിപ്പോൾ കൂടുതൽ MP നേരത്തെ നമ്മൾ കണ്ടതാണ്. MP പ്രതികരണം അറിയിക്കാനായി ഇവിടേക്ക് എത്തിയിരുന്നു. അവർ അകത്ത് ഇപ്പോൾ MLA കാണും. MLA കണ്ടതിന് ശേഷം MP കൂടി ബെന്നി ബെഹന്നാനാണ് ഈ വാഹനത്തിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ബെന്നി ബെഹന്നാന്റെ നിലപാടൊക്കെ നിർണായകമാണ്. ഒരു ഗ്രൂപ്പ് സംവിധാനത്തിൽ ബ്രിഗേഡ് അല്ലെങ്കിൽ കെ സുധാകരൻ അനുകൂലികൾ കെ.സിക്ക് തുറന്ന പിന്തുണ പ്രഖ്യാപിക്കുന്നു.